ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ കണ്ണു തുറക്കണം. ഈ രാത്രി, ചില ആളുകൾക്ക് രാത്രിയാകുമ്പോ നമുക്കൊന്ന് മുങ്ങിയാലോ? ചില ആളുകൾക്ക് പടച്ചവനെ രാത്രി എനിക്ക് ഖബറിനെ ഓർമ്മ വരുന്നു. ഇത് രണ്ടും മനുഷ്യരിലുള്ള അവസ്ഥയാണ് അല്ലെ? രാത്രികാലങ്ങളിൽ നമ്മുടെ കോഴിക്കോട് ബീച്ചടക്കം നമ്മുടെ ടൗണുകളൊക്കെ സജീവമാണ്. നമ്മുടെ റെസ്റ്റോറന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയാണ് കച്ചവടം. ഞാൻ പറഞ്ഞിട്ട് ഒരു കച്ചവടം മുടക്കല്ല. പൊന്നു സഹോദരങ്ങളെ, മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ തിന്നണത് തടിക്ക് കേടാണ്. ഇശാ കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പാടില്ല എന്നാണ് ശറഇന്റെ നിയമം. നിയമം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിന് ഹാനികര, പ്രകൃതി വിരുദ്ധമാണ്. രാത്രി ടർഫിലൊക്കെ കളിച്ചിട്ട് പൊറാട്ടയും ബീഫ് അടിച്ചിട്ടാ പോയി കിടന്നുറങ്ങണത്. ആലോചിച്ച് നോക്കി, എന്ത് കാര്യം ഉണ്ടായി? ആ കാലറിയൊക്കെ ബേൺ ചെയ്തിട്ട് കുറെ കാർബോഹൈഡ്രേറ്റ്സും അതും ഇതും അടിച്ചു കയറ്റിയിട്ട് പോയി സുബഹില്ലാണ്ട് കിടന്നുറങ്ങുക. ഇത്രമേൽ അശാസ്ത്രീയമായ, അനാരോഗ്യപരമായൊരു ജീവിതം നമ്മുടെ സമൂഹത്തിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്നത് ഒരു സത്യമാണ്. അത് കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. രാത്രി സമയങ്ങളിൽ കടകമ്പോളങ്ങളിലെ തിരക്ക് കാണുമ്പോൾ വിശക്കുന്നോ പോയി കഴിക്കണ്ട. അതിനെ കുറിച്ചല്ല പറയേണ്ടത്. കച്ചവടക്കാരെ കച്ചവടം മുടക്കാൻ വേണ്ടി പറയല്ല. ദയവ് ചെയ്തിട്ട് അവനാന്റെ തടി അവനാ നോക്കിക്കോ, അത്രേ പറയാൻ പറ്റുള്ളൂ. രാത്രി എന്ന് പറയുന്നത് ദൃഷ്ടാന്തമായി തോന്നുന്ന ആളുകളുണ്ട്. ഈ രാത്രി തന്നെ മനുഷ്യൻ എന്തെങ്കിലും തിന്മകൾ ചെയ്യാൻ മറയായി രാത്രി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് രാത്രിയെ തിന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും മനുഷ്യർ. നോക്കണം, ഒരു സാധനം, ഈ രാത്രി എന്ന ദൃഷ്ടാന്തമാണ്. ഖുർആൻ പറയാം, രാത്രി എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെ അള്ളാഹു കറക്കുമ്പോ സൂര്യന് ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോ ഭൂമിയുടെ അതർ സൈഡ് ഡാർക്കായി പോവാണ്. അതാ നമ്മുടെ ഇരുട്ട്. ഇപ്പുറത്തെ സൈഡ് വെളിച്ചമുണ്ട്.